ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഉദാഹരണമാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയുക. ഇപ്പം ഈ യോഗത്തിന് ഇങ്ങോട്ട് വരിക, സത്യമേ പറയാവൂ, കള്ളം പറയുകയും ചെയ്യരുത്, സത്യം എല്ലാവരോടും പറയാനും ഒക്കത്തുമില്ല. അങ്ങനെ ഉണ്ട്. അതെങ്ങനെ പാസ്റ്റർ? ഒരു ഉദാഹരണം പറയാം. ഇപ്പം ബഹുമാനപ്പെട്ട പി സി ചെറിയാൻ അവർ എന്നെ ഇങ്ങോട്ട് യോഗത്തിന് വിളിക്കുക. അല്ല, ഉദാഹരണമല്ല, രാവിലത്തെ അനുഭവം അങ്ങ് പറയാം, അതാണ് നല്ലത്. ഞാൻ വരാൻ വൈകിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മോനെ എവിടെ ആയി, പെട്ടെന്ന് വാ. ഞാൻ പറഞ്ഞു, ഞാൻ റാന്നി പാലം കഴിഞ്ഞു. അപ്പം ഞാൻ ചെത്തോങ്കര വന്നു. കള്ളം പറഞ്ഞോ? പാലം കഴിഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞു. കേട്ടോ അച്ഛാ, ഞാൻ റാന്നി പാലം കഴിഞ്ഞെന്ന് പറഞ്ഞു. കഴിഞ്ഞല്ലോ. പക്ഷേ ഞാൻ വന്നത് എവിടാ? ചെത്തോങ്കരയാ. കള്ളം പറഞ്ഞോ? പറ. ഇല്ല. എന്നാ സത്യവും പറഞ്ഞോ? ചെത്തോങ്കരയാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ, അഥവാ ഇങ്ങോട്ട് ചെത്തോങ്കര പമ്പിൻ്റെ അവിടെ വരുമ്പോൾ ഒരു ബ്ലോക്ക് ആകും. ഉദാഹരണമാണ്, ഒരു ബ്ലോക്ക് വന്നു, 5 മിനിറ്റ് പെട്ടു. അപ്പോൾ അച്ചായൻ പിന്നെയും വിളിക്കും, മോനെ ചെത്തോങ്കരയിൽ നിന്ന് ഇവിടെ വരാൻ 2 മിനിറ്റ് വേണ്ട, പിന്നെ നീ എവിടെ വല്ലയിടത്തും കയറിയോ? മറുപടി പറയണ്ടേ? പറ. ഞാൻ കള്ളം പറഞ്ഞോ? ഈ യോഗത്തിന് വന്നുകൊണ്ട് അത്രയും ഒരു കാര്യം മനസ്സിലായില്ലേ? അതിനാ യോഗത്തിന് വരണമെന്ന് നീ പറയാൻ. കള്ളം പറയരുത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ സത്യം പറഞ്ഞ പ്രശ്നമാണെങ്കിൽ ഒന്നെങ്കിൽ അങ്ങ് മിണ്ടാതിരുന്നേക്കണം. ഞാൻ പിന്നെ പറയാം, എന്നാലും കള്ളം പറയരുത്. റാഹേൽ കള്ളം പറഞ്ഞു, പറഞ്ഞ വിഷയത്തിലൊടുവിൽ പിടികൂടി. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ റാഹേലിനോട് ദൈവത്തിൻ്റെ ഒരു നീതി ഉണ്ടായിരുന്നു. വേദപഠിതാക്കളും ഇതിനെപ്പറ്റി നന്നായിട്ട് അപഗ്രഥിച്ച് പഠിച്ചവർ പറയുന്നത്, റാഹേലിനെ അടക്കിയ സ്ഥലത്താണ് യേശുവിനെ പ്രസവിച്ചെന്നാണ്. കാരണം കൂടെ പറയാം. അനുദപിച്ച് നിലവിളിച്ച് മനസ്താപപ്പെട്ട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ആരെയും ദൈവം തള്ളിക്കളയത്തില്ല. ലോകരക്ഷകൻ്റെ തിരുപ്പറവി ആ സ്ഥലം, അത് വാക്യങ്ങളുണ്ട്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നത് നമ്മുടെ വിഷയമല്ല. ദൈവത്തിന് മഹത്വം. കള്ളം പറയരുത്. അപ്പോൾ ഈ റാഹേല് ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞത് കൊണ്ട് അബദ്ധമായി. അപ്പം ഈ യാക്കോബിനെ ഇവർ നാറ്റിച്ചു, ദേശത്ത് നാറ്റിച്ചു. ഈ അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത് അവരുടെ യോഗത്തിന്. അപ്പൊ ഇവർ രണ്ടൊരു ഗ്രൂപ്പാ, ശിമയോനും ലേവിയും. ഇവർ രണ്ടും വലിയ പുള്ളിക്കാരാ. അതുകൊണ്ടാ തമ്പുരാൻ ദൂത് പറഞ്ഞത്, ഞാൻ അവരെ 2 പേരെയും കൂടെ പകുക്കും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ അമ്മ. ഞാൻ അവരെ യാക്കോബിൽ പകുക്കും. പകല് വിശദീകരിച്ചത് കൊണ്ട് ആ പോയിന്റ് നിൽക്കല് എന്ന് പറഞ്ഞാൽ ഇവന്റെ 2ന്റെ ഗ്രൂപ്പ് ഞാൻ പൊളിക്കും. ഇവർ 2 കൂടെ അല്ലേ ഈ കൊന്ത്രാക്കൊള്ളിയല്ല ഒപ്പിക്കുന്നേ. ശേഖേമരെ വെട്ടാൻ പോയതും വടിവാളെടുത്തതും അപ്പനോട് ചോദിക്കാതെ പോയതും മറ്റ് സഹോദരന്മാരോട് കൂട്ടായ്മയില്ലാതിരുന്നതും ഇവർ 2 വലിയ സൂത്രക്കാരല്ലേ, മിടുക്കന്മാരല്ലേ. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഇവരെ 2 പേരെ ഞാൻ പകുക്കും. അതാ ഞാൻ പകല് പറഞ്ഞ പോയിന്റ് പറയാ. നമ്മൾ പകുക്കാൻ നിൽക്കണ്ട, നമ്മൾ ഉടക്കാൻ നിൽക്കണ്ട, നമ്മൾ അടിയന്തര കമ്മിറ്റി ഒന്നും കൂടണ്ട, നടപടി ഒന്നും നമ്മളായിട്ട് എടുക്കണ്ട, മേപ്പോട്ട് കൊടുത്താൽ മതി. മുകളിൽ ഇരിക്കുന്നവൻ അത് പകുത്തങ്ങ് തരും. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ മറുപടി പറയത്തില്ല, എതിർക്കത്തുമില്ല, ഉടക്കത്തുമില്ല. അവരെ കാണുമ്പോൾ ഞാനങ്ങ് സന്തോഷിക്കും. പിന്നെ ആരും അറിയാതെ ഞാൻ മേപ്പോട്ട് കൊടുക്കും, ആരോടും പറയത്തുമില്ല. ദോഷം ചെയ്യുന്നവനെ ഞാൻ കാണുമ്പോൾ കൈ കൊടുക്കുക, അത് നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. എൻ്റെ കൂടെയുള്ള ചില പറഞ്ഞ് എങ്ങനെ പറ്റുന്നെന്ന്. ഞാൻ പറഞ്ഞത് പറ്റുന്നില്ല, പിന്നെ ഈ പുസ്തകമായിട്ട് നടന്നിട്ട് വലിയ തരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട്
അല്ല, ഇങ്ങനെയുള്ള വിഷയം പ്രസംഗിക്കുമ്പോൾ എനിക്ക് നല്ല പ്രാഗൽഭ്യവുമാ, എനിക്ക് ചൂളിച്ച വരുന്നില്ല. സ്തോത്രം. ദോഷം ചെയ്യത്തുമില്ല, പറയത്തുമില്ല. നല്ല പ്രാഗൽഭ്യത്തോടാ പ്രസംഗിക്കുന്നത്, പറയത്തില്ല. അവരെ കാണുമ്പോൾ ഞാൻ കയ്യും കൊടുക്കും. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞ, നമ്മൾ പകുക്കാൻ പോകണ്ട, നമ്മൾ സൂത്രമൊന്നും ഒപ്പിക്കണ്ട. ദൈവത്തിന് മഹത്വം. ദൈവം പകുക്കും. അതാണ് അവിടെ വെക്കുന്നത്. ഞാൻ യാക്കോബിൽ അവരെ പകുക്കും. ഈ തമ്പുരാന്റെ ആലോചന ആയതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം പകുത്തു. പകുത്തത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇവര് ഗ്രൂപ്പല്ലേ, ദൈവം അത് പൊട്ടിച്ചു, പകുത്തത് നാളുകൾ കഴിഞ്ഞ് ഇവര് മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് വരുമ്പോൾ തമ്പുരാൻ മോശയോട് പറഞ്ഞൊരു കാര്യം ചെയ്യും. ഇത്ര ലക്ഷക്കണക്കിന് ജനമല്ലേ, ഇതെല്ലാം കൂടി ഇങ്ങനെ ഈ ക്രമമില്ലാതെ പോയാൽ ഒക്കത്തില്ല, നമുക്ക് പാളയം തീർക്കണം. 4 പാളയം. ഏതൊക്കെ പാളയം? 4 പാളയം. യോ, മൊത്തം എത്ര ഗോത്രമാ? 12. അപ്പൊ 4 പാളയം. ഒരു പാളയത്തിൽ 4 ഗോത്രം. 4 ഗോത്രത്തിൽ 4 പാളയം. യഹൂദ പാളയം, രൂബേന്യ പാളയം, എബ്രഹീമിയ പാളയം, ദാൻ പാളയം. 4 പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച് ഇവനെ ക്രമീകരിക്കാൻ പോകുകയാ. ലക്ഷക്കണക്കിന് ജനമാ. സാധാരണ എത്രയാ കണക്ക് പറയുന്നേ? കാലാള് തന്നെ 600,000 കൂട്ടത്തെ ചിറകിൽ വാഗിച്ചവൻ കൂടെ ഉണ്ട്. 600,000 കൂട്ടത്തെ ചിറകിൽ. അപ്പോൾ 600,000. 600 എന്ന് പറഞ്ഞാൽ 6 ലക്ഷം. കാലാള് തന്നെ. എല്ലാം കൂടെ കുഞ്ഞും പെണ്ണും പെടക്കോടിയും കുഞ്ഞും പെറുങ്ങണിയും എല്ലാം കൂടെ 30 ലക്ഷമൊന്നും അല്ല, അതിൽ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഓർഡർ തെറ്റിയാൽ ഒക്കത്തില്ല, ഓർഡർ വേണം. അതുകൊണ്ട് 4 പാളയം തീർക്കണം. യഹൂദ പാളയം, രൂബേന്യ പാളയം, എബ്രഹീമിയ പാളയം, ദാൻ പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച്. അപ്പൊ തമ്പുരാൻ പകുക്കുക, ദൈവം പകുക്കുക. ആർക്കും മിണ്ടാനൊക്കത്തില്ല. 49:7 പറഞ്ഞ് ഞാൻ ഇവരെ പകുക്കും. ദൈവം പകുത്തു. ദൈവം പകുത്താൽ ആരും മിണ്ടാനാ? ഒറ്റ അക്ഷരം മിണ്ടിയില്ല. തമ്പുരാൻ പകുത്തപ്പോൾ ഈ ശിമയോനും ലേവിയുമാണല്ലോ ഗ്രൂപ്പ് അല്ലേ? അതെ, തമ്പുരാൻ പകുത്തു. ആദ്യം യഹൂദ പാളയം അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. യഹൂദ പാളയത്തിൽ അങ്ങോട്ട് പാളയത്തിന്റെ ക്രമീകരണം വായിച്ച 2:1 വായിരു. സംഖ്യാപുസ്തകം 2:1. യഹൂദ കൊടിക്കരികെ പാളയം ഇറങ്ങണം. പിന്നെ യഹൂദ പാളയത്തിന്റെ കൊടിക്കീടിന്റെ കീഴിലുള്ളവർ. അപ്പോൾ ആദ്യം യഹൂദ പാളയം, യഹൂദ പാളയത്തിന്റെ കൊടിക്കീടിന്റെ കീഴിലുള്ളവർ. പിന്നെ സൂര്യോദയത്തിന് നേരെ കിഴക്ക് വന്ന പാളയം ഇറങ്ങണം. പിന്നെ അടുത്തത് 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 മതി. അപ്പോൾ ആദ്യത്തെ പാളയത്തിൽ യഹൂദയും ഇസ്സഖാറും സെബുലൂനും. അത് ഞാൻ വിവരിക്കുന്നില്ല. രണ്ടാമത്തെ പാളയമാണ് രൂബേന്റെ പാളയം. 10 ആ കണ്ണിക തുടങ്ങുന്നത് രൂബേൻ പാളയത്തിന്. അപ്പൊ രൂബേന്റെ പാളയം തീർക്കുക. അപ്പൊ ഈ ഇങ്ങോട്ട് നോക്കിയേ, എല്ലാവരും ഞാറ് പറിക്കും പോലെ കുഴിഞ്ഞു കിടക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്, ഏതായാലും വായിക്കുന്നില്ല. ഈ 2 പേരാ വായിച്ചു തരുന്നത്.
നിങ്ങൾ എന്നെ നോക്ക്, കാണാനൊന്നും ചൊവ്വില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. അപ്പൊ രണ്ടാമത്തെ പാളയം രൂപേൻ. ദൈവം പകുക്കുക. രൂപേന്റെ പാളയം ദൈവം വിളിക്കുന്നതുകൊണ്ട് ആർക്കും എതിർക്കാനൊക്കത്തില്ല. അപ്പൊ എല്ലാം ഇങ്ങനെ കലാപുലി പോലെ നിൽക്കുകയല്ലേ. തമ്പുരാൻ പറഞ്ഞു രൂപേൻ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. രൂപേനും അവന്റെ ഗണങ്ങളെല്ലാം കൂടെ കയറി വന്ന് പാളയത്തിലോട്ട് കയറ്റി. അപ്പൊ രൂപേൻ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ അടുത്തത് വിളിച്ചത് ശിമെയോനാ, 12. ശിമെയോൻ. അപ്പൊ രൂപേന്റെ പാളയത്തിലടുത്തത് ശിമെയോനെ വിളിച്ചു. ശിമെയോൻ വരാൻ പറഞ്ഞു. ശിമെയോൻ ഇങ്ങോട്ട് നോക്കിയേ. ശിമെയോനെ വിളിക്കുമ്പോ ഇനി അടുത്തത് ന്യായമായിട്ട് ആരെയാ വിളിക്കണ്ടേ? ലേവിയെ വിളിക്കണം. പക്ഷെ വിളിച്ചതാരാ? 14. ഗാദ്. അമ്മാമ്മ ഇവിടെ എപ്പോഴും ആരെയാ വെച്ചത്? എപ്പോഴും കണ്ട് വായിച്ച പോലെ എനിക്ക് തോന്നി. അപ്പോൾ രൂപേന്റെ പാളയം തീർത്ത് രൂപേന്റെ കൂടെ ആരാ? ശിമെയോൻ. ശിമെയോന്റെ കൂടെ ഗാദ്. അപ്പം രൂപേനും ശിമെയോനും ഗാദും ന്യായമായിട്ട് ഗ്രൂപ്പ് വെച്ചാൽ ലേവീനെയാ വിളിക്കേണ്ടത്. വിളിച്ചില്ല. തമ്പുരാൻ പകുത്തു. ദൈവം പകുത്തു. ദൈവം പകുത്താൽ അതിനെ ആരാ കോല് വെക്കാൻ വരുന്നേ? വെച്ചാ ഏക്കുവോ? നമ്മൾ പകുക്കണ്ട, നമ്മൾ ഉടക്കുകയും വേണ്ട. നീ മുഴങ്കാലിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് വേണ്ടി ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കും. നിന്റെ കൂടെ ചിലപ്പോൾ നിൽക്കാൻ ആരും കാണുകയല്ല. ആശ്വാസം പറയാനോ സഹായിക്കാനോ ഒത്താശ പറയാനോ അവ ഒന്നും കാണുകയല്ല. നീ ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. മുഴങ്കാലും വലിക്കാൻ സമയമാകുമ്പം ദൈവം പകുക്കും. പ്രൈസ് ദി ലോർഡ്. ഗ്രൂപ്പ് പൊട്ടിച്ചെന്ന്. അപ്പൊ രൂപേനും ശിമെയോനും ഗാദും. ഗാദോ കവർച്ചപ്പടയവന് ഞെരുക്കുമെന്ന്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ തൊടുന്നില്ല. ദൈവം അത് പകത്തു. ലേവി ഈ ശിമെയോനെ വിളിച്ചപ്പോൾ ലേവി ഇങ്ങനെ എൻ്റെ ഭാഷ പറഞ്ഞ ടൈയും കോട്ടും എല്ലാം കെട്ടി ഷൂ ഒക്കെ ഇട്ട് നിൽക്കുക. ഇപ്പം എന്നെ വിളിച്ചില്ല. ഗാദിനോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. ഓ ലേവി നോക്കി നിൽക്കുക. ലേവിയോടും ദൈവത്തിന് കാരണമുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു ആ 3:5 വായിച്ചേ. 3:5. യഹോവ പിന്നെ ഈ മോശയോട് അരുളി ചെയ്തത്, ലേവി ഗോത്രത്തെ നീ അടുക്കൽ വരുത്തി അവൻ സമാഗമന കൂടാരത്തിന്റെ മുൻപിൽ ഞാൻ അതിൽ ഒരു പദമാണ് എടുക്കുന്നത്. നീ ഇനി നാട്ടുകാരുടെ എല്ലാം കാര്യത്തിൽ ഇടപെടണ്ട. നീ സഭയുടെ കാര്യം നോക്ക. ഇതുവരെ നീ സകല കുണ്ടാമണ്ടിക്കകത്തും പോയി ഇടപെടുക. പെങ്കൊച്ചങ്ങോട്ടോടി ആങ്കൊച്ചൻ ഇങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഇവിടെ ചെന്ന് മുഴുവൻ പ്രശ്നം പരിഹരിച്ച് നീ അതൊക്കെ അങ്ങ് നിർത്തേ. ഇനി നിനക്ക് എത്ര നാൾ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ചിലരുടെ നോട്ടം ഇരിപ്പം കണ്ടിട്ട് ഈ ആഴ്ച തയ്ക്കുകയല്ലെന്നും പറഞ്ഞാൽ ഒരു കുഴപ്പവും വരികയല്ല. അല്ല, ഇരിപ്പ് കാണുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷേ ഞാൻ ഈ ആഴ്ച തയ്ക്കുമെന്ന് ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരികയല്ല. അതുകൊണ്ട് സന്തോഷിച്ചങ്ങ് ഇരുന്നു, കുഴപ്പമൊന്നും വരികയല്ല. അപ്പം ഇനി ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര കാലമുണ്ടെന്ന് നമുക്ക് നിർണ്ണയിക്കാനൊക്കത്തില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഈ മരിക്കുന്നത് എപ്പോഴാണെന്ന് എല്ലാവർക്കും ഒന്നും കൃത്യം അറിയത്തില്ലെങ്കിലും എൻ്റെ ഭാഷ പറഞ്ഞാൽ മരണത്തിൻ്റെ മണമടിക്കും. മരണത്തിൻ്റെ ചെറിയ മണമടിക്കും. അന്നേരം നന്നായിട്ട് ഒരുങ്ങിക്കോണം. എൻ്റെ കൂടെയുള്ള ശിവപാസ്റ്ററുണ്ട്. ശിവപാസ്റ്ററുടെ പെങ്ങളെ വിവാഹം ചെയ്തേക്ക്. അവർ കുറ്റൂരാണെങ്കിലും കണ്ണൂരാ ശുശ്രൂഷിക്കുന്നത്. ഞാനെപ്പോഴും പറയും, അവിടുത്തെ അപ്പച്ചനെ അടുത്ത കാലത്ത് ഞാൻ കണ്ണൂർ പോയപ്പോൾ കണ്ടു. 92 വയസ്സ് കണ്ടുണ്ടായിരുന്നു തോന്നുന്നു. അമ്മച്ചി കിടപ്പില്ല. അപ്പച്ചനാ ശുശ്രൂഷിക്കുന്ന അമ്മച്ചിയെ. മക്കളും ഉണ്ട്, 2 ആൺപിള്ളേർ, 2 പേരും സുവിശേഷ വേലക്കാരാണ്. അപ്പോൾ ഞാനവിടെ ചെന്ന് കണ്ടു. പകലത്തെ മീറ്റിങ്ങും വൈകിട്ടത്തെ കൺവെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അപ്പച്ചൻ വളരെ ഉത്സാഹത്തോടെ നിൽക്കും. നല്ല ചാടി ഇറങ്ങുകയും കയറുകയും കൊടുക്കും. അപ്പോൾ ഇടയ്ക്ക് മൊബൈൽ കൊണ്ടു എന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കേൾക്കും. നല്ലൊരു അപ്പച്ചനാണ്. നല്ല മുഖത്തൊക്കെ ഒരു പ്രസാദവും നല്ല സംസാരവും. 92 ഉണ്ടെന്നൊന്നും പറയത്തില്ല. അപ്പോൾ അപ്പച്ചനെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. വലിയ സങ്കടമായി പോയി. ചില ദിവസം കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ മരിച്ചു. അപ്പം ഞാൻ പിന്നീട് ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അടക്കത്തിന് പോകാനൊത്തില്ല.
അത് കഴിഞ്ഞ് മകനെ കണ്ടു. അപ്പം ഞാൻ വിവരം ഒന്ന് പറഞ്ഞു, അയ്യോ മരിക്കുന്നതിൻ്റെ തലേന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു. തലേ ദിവസം മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് മദ്രാസിൽ നിന്ന് മൂത്ത മോന അദ്ദേഹവും വന്നു. അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം ആൺപിള്ളേരോട് പറഞ്ഞു, എടാ ഇച്ചിരി കാശുമൊക്കെ കരുതിക്കൊണ്ട് ഒരു പെട്ടിയൊക്കെ കരുതി വെച്ചോണമെന്ന്. 2 ദിവസം മുമ്പ് പിള്ളേരോട് പറഞ്ഞു ഒരു പെട്ടിയൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇച്ചിരി കാശും ഒക്കെ കരുതിക്കോണം. അപ്പം പിള്ളേർ ചോദിച്ചാൽ അതിനാ ഞാൻ പോകാറായെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഓടി നടക്കുക. പിള്ളേർ പറഞ്ഞ് എന്തോ അപ്പം ആവശ്യമില്ലാതെ. അപ്പം അമ്മച്ചി ആ കിടപ്പം അമ്മച്ചി പോകുമെന്നാ. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ആൺപിള്ളേരും അപ്പനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മരുമകളോട് പറഞ്ഞു, മോളെ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട, ഉച്ചയ്ക്കത്തെ ഭക്ഷണം മേളിലാന്ന്. അപ്പം ഈ പിള്ളേരങ്ങ് ചിരിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പച്ചൻ പറഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട, ഉച്ചയ്ക്കത്തെ ഭക്ഷണം മേളിലാന്ന്. അപ്പച്ചൻ്റെ ഭാഷാശൈലിയാണ്. 12:35 മരിച്ചു. നിങ്ങൾക്കത് കേട്ടിട്ട് പോലും മുഖത്തിനൊരു ഭാവ വ്യത്യാസമില്ലല്ലോ. 12:35 കട്ടിലോട്ട് കയറി കടന്ന് പ്രാർത്ഥിച്ചു, ഇവനും പോയി. സ്തോത്രം. അപ്പച്ചൻ്റെ അടക്കം കഴിഞ്ഞ് പിറ്റേന്ന് അമ്മച്ചിയും മരിച്ചു. എല്ലാം ദൈവം നന്നായിട്ടാണ് ചെയ്തത്. അപ്പച്ചനെ അമ്മച്ചിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. എന്ത് നല്ല മരണമാ. അപ്പൊ ചിലർക്ക് ഈ മരണത്തിന്റെ മണമടിക്കും, ചിലർ ഏകദേശമൊക്കെ അറിയാം. ഒരുങ്ങിക്കോണം. ഈ ആധാരം ഒന്നും ക്ലിയർ അല്ലെങ്കിൽ അതൊക്കെ ഈ ആഴ്ച പോയി എല്ലാവരും പിന്നെ അതൊക്കെ ചെയ്തു വെക്കണം. കൊച്ചുങ്ങൾ കടന്ന് വില്ലേജ് ഓഫീസിൽ പോയി പഞ്ചായത്തിൽ പോയി കയറി ഇറങ്ങി കുരുക്കൊപ്പിച്ച് ഒടുവിൽ നിന്നെ പ്രാകും. ഓ എവിടെ പോയ മാമ? യോ ഞങ്ങൾ വില്ലേജ് എത്ര നാളായി, ആ തന്ത ജീവിച്ചിരുന്ന കാലത്ത്. പ്രാക്ക് മേടിക്കരുത്. ഇനി മറുവശം മൊത്തം എഴുതി കൊടുക്കുകയും ചെയ്യരുത് പിള്ളേർക്ക്. വേണ്ട വേണ്ട അത് കൊടുക്കരുത്, അബദ്ധം കാണിക്കരുത്. അയ്യോ കൊള്ളാം. കാലശേഷം എൻ്റെയും ചിന്നമ്മയുടെ അങ്ങനെ വെക്കാവുള്ളൂ, അങ്ങനെ വെക്കാവൂ. ജോഡി ഞാൻ ഗുണമുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നേ. മോനാ ചായ. റോസമ്മാമയോടും കൂടാ. കാലശേഷം പിള്ളേരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല, സാഹചര്യം അങ്ങനെ. മക്കൾക്കെല്ലാം വീതം വെച്ച് കൊടുത്തിട്ട് മക്കളും ആരും ഇപ്പം അന്വേഷിക്കുന്നില്ല, അനാഥശാലയിൽ കിടക്കുന്നു. ഞാൻ ഈയിടെ ഒരാൾ പറഞ്ഞു, പേരൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ വീടും 10 സെൻറ്റും കൂടെ പേരിലെഴുതണം. എന്നിട്ട് വെണ്ടർക്കറിയാം, അവർക്ക് ആധാര ഭാഷയുണ്ട്, അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. എന്നെ നന്നായിട്ട് നോക്കുന്നവർക്കായിരിക്കും. അല്ല നോക്കുന്നവർ ഞാൻ നോക്കി വെച്ചങ്ങ് പോകും. ആധാരം ഇടുന്നവർക്ക് ഭാഷ അറിയാം കേട്ടോ, നമുക്ക് അത്ര അറിയത്തില്ല. അവരത് നല്ല കോള് കൊള്ളിച്ച്, പിന്നെ നല്ല നല്ല മിടുക്കം വെണ്ടർമാരുണ്ട്. പണ്ടൊരാൾ ആധാരം എഴുതുക, വേറൊരാൾക്ക് ആധാരം എഴുതി കൊടുക്കുക. അപ്പോൾ ചോദിച്ചാൽ കറിയാച്ച എഴുതിക്കോട്ടെ. അയ്യോ എഴുത്, അതിനല്ലയോ വന്ന് എഴുതാൻ പോവുക. എഴുതുവേ, അയ്യോ എഴുത്, എത്ര നാൾ കൊണ്ട് പറയുന്നത്, ഞാനിപ്പോൾ എഴുതുക. അപ്പം പിന്നെ എന്നെ താമസിക്കുന്നത്. അപ്പം പുള്ളി പറഞ്ഞ് കറിയാച്ച ഞാൻ ആധാരം എഴുതി തീർത്ത് കഴിയുമ്പം കറിയാച്ചൻ്റെ ഭാര്യ ചെറിയാച്ചനായിട്ട് വരും. മനസ്സിലായില്ല? ആധാരം എഴുതുമ്പോഴേ കറിയാച്ചൻ്റെ ഭാര്യ അപ്പുറത്തെ ചെറിയാച്ചൻ്റെ ഭാര്യയായിട്ടായിരിക്കും മിക്കവാറും. മനസ്സിലായില്ല? പിന്നെ മനസ്സിലാകും. അങ്ങനത്തെ എഴുത്തെഴുതുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പൊ ഒന്നിനെയും വിശ്വസിക്കാനൊക്കെയില്ല. മൂക്ക് ശ്വാസമുള്ളത്രണ്ണത്തിന് ഓ അത് ഞാൻ പ്രായമുള്ളവരോടൊക്കെ പറയും. ഇപ്പം ആരാ പോകുന്നതെന്നൊന്നും അറിയത്തില്ലെങ്കിലും പറയും, എല്ലാം ക്ലിയർ ആയിരിക്കണം. പിള്ളേർ ചിലപ്പോൾ പറയും, പപ്പ ലോൺ എടുക്കാനായി ഇങ്ങോട്ടൊന്ന് ഒപ്പിട്ട്, പപ്പായ്ക്ക് 70 പപ്പായ്ക്ക് ലോൺ വെച്ച പൈസ കിട്ടുകയില്ല, അതുകൊണ്ട് ഇങ്ങോട്ടൊരു ഒപ്പിടും. കൊടുക്കരുത്, ഇത് കിട്ടുന്ന ലോണൊക്കെ മതി. യോ പിള്ളേരല്ലയോ പുറുങ്ങണിയല്ലയോ എന്ന് ഓർത്ത് നീ ഒപ്പിടുകയും ചെയ്യും, തള്ളവരിൽ കൊണ്ട് അമുക്കുകയും ചെയ്യും. ഒടുവിൽ മരുമകൾ നിന്നെ നല്ല അമക്കും. പേരൊന്നും പറയുന്നില്ല,
മോശമല്ലേ? പ്രഗത്ഭനായ ഒരു ദൈവദാസൻ, എനിക്കറിയാം, അമേരിക്കയിലുമൊക്കെ പോയതാ. ദൈവമക്കൾ കൊടുത്ത നന്മയെല്ലാം കൊണ്ടുവന്ന് മോനും മരുമകളോട് പറഞ്ഞ് ഇങ്ങോട്ട് തന്നേക്കാം. മൊത്തം കൊടുത്തു. കിട്ടിയ പൈസ എല്ലാം കൊടുത്ത് വീടും വെപ്പിച്ചു. മരുമകളുടെ പേരിലെല്ലാം എഴുതി കൊടുത്തു. അവൾ നല്ല സൂത്രക്കാരിയായിരുന്നു. അമ്മായിയപ്പന് നല്ല ബൂസ്റ്റ് ഇട്ട കാപ്പി 5 എണ്ണം കൊടുത്തപ്പം ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും 3-4 പൂവമ്പഴവും. അപ്പം അമ്മായിയപ്പൻ ഓർത്ത് എന്നും ഇത് കിട്ടുമെന്ന് എഴുതി അങ്ങ് കൊടുത്തു. എഴുതി കൊടുത്തപ്പോൾ തനിനിറം വെളിപ്പെട്ടു. ഞാൻ ചെന്നപ്പം, പേര് സ്ഥലം ഒന്നും പറയുന്നില്ല, ചെന്ന് ഞാൻ ഒന്ന് കാണാൻ ചെന്നു. അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പരുവക്കേടാന്ന്. അപ്പം എന്നാ, മോനും ഭാര്യയും 2 പിള്ളേരും, ഈ ദൈവദാസനും ഭാര്യയും, ഒരു വീട്ടിൽ 2 കഞ്ഞി. ഒരു കൊച്ചു കലത്തിൽ ഉരി അരിയിട്ട് കൊച്ചമ്മയച്ചായനും, മരുമകളും മോനും 2 പിള്ളേർക്ക് അപ്പുറത്തെ കലത്തിൽ ഒരു അടുക്കളയിൽ മുളകുടച്ചതും ഉണക്കമീൻ വറുത്തതുമായിട്ട് പാസ്റ്ററും ഭാര്യയും, മീൻ കൂട്ടാനും മെഴുക്ക് പുരട്ടിയും കാച്ചിയമോരുമായിട്ട് അവർ ഡൈനിങ് ടേബിളിൽ, ഇവർ 2 പേരും ബെഡ്റൂമിനകത്ത്. എന്നെ സ്തംഭിച്ചിരിക്കുന്നേ, വൈരാഗ്യബുദ്ധി പറഞ്ഞു തന്നതല്ല, എല്ലാവരും അങ്ങനെ ആണെന്നുമല്ല. മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടായിരുന്നു, വലിയ ബുദ്ധിമാനാ പുള്ളി, വലിയ കാഞ്ഞ ബുദ്ധിമാനാ. 5 ആൺപിള്ളേരാ. പിള്ളേരെല്ലാം 1-2 എണ്ണം അമേരിക്കയിലുണ്ട്. പിന്നെ നല്ല നിലയില്ല, പോട്ടെ, ചിലപ്പോൾ ഓൺലൈനിൽ കാണും. പുള്ളി ബുദ്ധിമാനാ. കൊച്ചമ്മയ്ക്കും അച്ചായന് ഇച്ചിരി പ്രായമായപ്പോൾ ഒരു ചിന്ത, പിള്ളേരെ അന്വേഷിക്കുമെന്ന്. ഇച്ചിരി വസ്തുവും വീടും ഒക്കെ ഉള്ളതാ. പുള്ളി ബുദ്ധിമാനായതുകൊണ്ട് പുള്ളി ലെറ്റർ എഴുതി മക്കൾക്ക്. ഞാൻ പേര് മാറ്റിയാ പറഞ്ഞത്, പേരതൊന്നുമല്ല. എൻ്റെ മൂത്ത മോൻ ജോയിക്കുട്ടി അറിയുന്നതിന്, നിൻ്റെ അപ്പച്ചൻ പേര് ഞാൻ മാറ്റുക, ചാക്കോച്ചൻ എഴുതുന്നത്, അതല്ല പേര് ഞാൻ മാറ്റിയതാണ്, ചാക്കോച്ചൻ എഴുതുന്നത്. നീയും കുടുംബവും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞാനും നിൻ്റെ അമ്മയും അത്ര സുഖത്തിലല്ല, എന്നാൽ അല്പം സുഖത്തിലാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം അറിയിക്കാനാ, ഈ കത്ത് നീ മറ്റ് 4 പേരെ കാണിക്കരുത്. കാരണം എൻ്റെയും നിൻ്റെ അമ്മയുടെയും കാലശേഷം ഈ വസ്തുവും വീടും മുഴുവൻ നിനക്കാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. അത് ഞാൻ മരിച്ചു കഴിഞ്ഞേ നീ ഇത് അറിയിക്കാവൂ. അതുകൊണ്ട് എന്നോടും നിൻ്റെ അമ്മയോടും മാന്യമായിട്ട് പെരുമാറിക്കോണം. ഈ കത്ത് വേറെ ആര്, മറ്റവരെ 4 പേരെ കാണിക്കരുത്. 5 പേർക്കും ഇങ്ങനെ എഴുതിയത്, അതല്ലേ ബുദ്ധി. 5 പേർക്കും 5 പേരും കത്ത് കണ്ടുവച്ച് പെമ്പളയും മാപ്പിളയും കൂടെ പറഞ്ഞ് ആരെയും കാണിക്കേണ്ട, ട്രങ്കിനടി വെച്ചേക്കാൻ. 5 പേരും മാസാമാസം അന്നത്തെ കാലത്ത് 5000 രൂപ വെച്ച്, അന്ന് 25-30 കൊല്ലം മുമ്പാ, മാസാമാസം 5 10-35 കൊല്ലം മുമ്പ് 25,000 രൂപ. എന്നാ മോശമാണോ? അച്ചായനും കൊച്ചമ്മ എന്നും താറാവും കരിമീനും. നടന്നു പോയതള്ള കാറ് പിടിച്ച. അയ്യോ, ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല. പേര് പറഞ്ഞ അച്ചായൻ അറിയാം, ഞാൻ പിന്നെ യോഗം കഴിഞ്ഞ് പറയാം. 5 പേരും അയച്ചു കൊടുക്കുക. കാരണം അവരുടെ കാലശേഷം മൊത്തം രാജകീയമായിട്ട് അച്ചായനും കൊച്ചമ്മേ പിന്നെ അങ്ങനെ ഇരുന്ന് അച്ചായൻ മരിച്ചു. എല്ലാവരും വന്നു. എല്ലാവരുടെയും ഈ കത്തിരിക്കല്ലേ, കത്തുമായിട്ടാണ് വന്നേ. അടക്കമെല്ലാം കഴിഞ്ഞ് കേമമായിട്ട് അടക്കമെല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ എല്ലാവരും മുറ്റത്ത് കസാര ഇട്ടിരിക്കുക. ആരും മിണ്ടുന്നുമില്ല, ആരും പോകുന്നുമില്ല.
ജോയ്ക്കുട്ടി പോകുന്നിടത്ത് വേഗക്കുട്ടിരിക്കുക, വേഗക്കുട്ടി പോകുന്നിടത്ത് കറിയാക്കുട്ടി ഇരിക്കുക. ആരും ഇത് പറയുന്നുമില്ലോട്ട് പോകുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ വക്കീൽ വന്നു. പുള്ളിക്കറിയാമായിരുന്നു, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും വേണം. ഇരുത്തി വക്കീൽ കൂടെയുള്ള പുള്ളി ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് വന്ന് തുറന്ന് വായിച്ച് കേൾപ്പിച്ചു. 5 മക്കൾക്കും കൃത്യമായിട്ടാണ് എഴുതി വച്ചേക്കുന്നത്. 1/2 സെൻറ്റ് കൂടുതലുമില്ല കുറവുമില്ല. അതും കൊച്ചമ്മയുടെ കാലശേഷം. അങ്ങനെയുള്ള അല്ല, നിങ്ങൾക്ക് ഇപ്പം യോഗത്തിന് വന്നുകൊണ്ട് അത് ബുദ്ധിയായേ ഇല്ലേ? യോഗത്തിന് വന്ന ഗുണമായില്ലേ? മൊത്തം എഴുതി കൊടുത്തെങ്കിൽ ഇനിയിപ്പം അല്ല, ഇപ്പം ഏതാണ്ട് വേറെ വകുപ്പുണ്ട്, തിരിച്ചെഴുതിക്കാനും ഏതാണ്ടുണ്ട്. മനുഷ്യ അങ്ങനെ കണ്ടില്ലേ? ഉണ്ട്. ഭാരപ്പെടുകയൊന്നും വേണ്ട, പോകാൻ വഴിയുണ്ട്. കാരണം ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിരാശപ്പെടരുത്, കർത്താവ് വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം നിങ്ങളെ കാക്കും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അധർമ്മം പെരുകുകയല്ലേ, അന്ത്യകാലമല്ലേ, എല്ലാം സ്വാർത്ഥതയാ. സ്വസ്നേഹികളെന്നാണ് എഴുതിയേക്കുന്നത്. എൻ്റെ കാര്യം, എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേര്, വേറൊന്നും വിഷയമല്ലല്ലോ. ഇനി എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേര് ഒന്നും ചിലക്കില്ല, ഞാൻ എൻ്റെ കാര്യം. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴും ഭാര്യ പറഞ്ഞതോ എനിക്കും പിള്ളേർക്കും ഇനി, അവൻ പോയതല്ല വിഷയം. ജീവിച്ചിരിക്കുമ്പോൾ പറയും നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക്, എന്നാൽ നീ കുറച്ച് നാളോട് ഇരിക്കുന്നല്ല പറഞ്ഞേ. മിണ്ടുന്നില്ല. നിങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞാനും പിള്ളേരും നിങ്ങൾക്കൊന്നും അറിയാൻ മേല. സ്തോത്രം. എന്നാ തിരിച്ചൊന്ന് പറ, ദീർഘായുസ് തരും, ഒരു കുഴപ്പവും വരികയല്ല, ദൈവം അച്ചായനെ ബലപ്പെടുത്തുക, അങ്ങനെ പറ. ഇത് അതല്ല പറഞ്ഞത്, നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ പാസ്റ്റർ അവൾ കൂടെ പറയുന്ന കാര്യമാണ് പാസ്റ്റർ പറയുന്നത്? അല്ല, ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നുക ആർക്കും ഒരു ദോഷവും വരികയില്ല. പക്ഷെ ഇവിടെ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരെല്ലാം സ്വാർത്ഥതക്കാരാ. അതുകൊണ്ട് ഞാൻ കയറി ഇത്രയും പറഞ്ഞതുള്ളൂ, വിട്ടേക്കാം, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ.